വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്കും കൂടി പോകുമ്പോൾ എറണാകുളം തൃപ്പൂണിത്തുറയിലെ 15-കാരൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയരായ കുട്ടികളുടെ മൊഴിയെടുത്തു. സഹപാഠികളുടെ മൊഴിയെടുത്തത് ഹിൽ പാലസ് പോലീസാണ്. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, ഈ കുട്ടികൾ അയച്ച ചില ചാറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരാതിയൊക്കെ നീങ്ങിയത്. എന്താണ് ഈ കുട്ടികളുടെ മൊഴിയെടുപ്പിൽ നിന്നും അധികൃതർ ഇപ്പോൾ പറയുന്നത്? ഇപ്പോൾ കിട്ടിയേക്കുന്ന ഒരു വിവരം നോക്കുകയാണെങ്കിൽ ഈ കുട്ടികളുടെ അല്ലെങ്കിൽ ഈ സ്കൂൾ അധികൃതർ ഈ ഒരു പരാതിയെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഈ സ്കൂളിൽ ഒരു അന്വേഷണത്തിൽ സ്കൂൾ അധികൃതർ തന്നെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ അടുത്തും മറ്റു കുട്ടികളോടും അന്വേഷിച്ചതെന്ന് മനസ്സിലാക്കുന്നത് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലല്ല ഈ മിഹിർ എന്ന് പറയുന്ന 15 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തതെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത്. അത്തരത്തിലൊരു യാതൊരു തെളിവുകളും സ്കൂൾ മാനേജ്മെന്റിന് ലഭിച്ചിട്ടില്ല. ഇൻ കേസ് അല്ലെങ്കിൽ ഒരു കാരണവശാൽ ഈ ഒരു തെളിവ് ലഭിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും തന്നെ ഈ സ്കൂൾ മാനേജ്മെന്റ് ഈ കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ ആരോപണ വിധേയരായ കുട്ടികൾക്ക് എതിരെ സ്കൂൾ മാനേജ്മെന്റ് കേസെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. നിലവിൽ വന്നിരിക്കുന്ന വിവരം ഈ ഹിൽ പാലസ് പോലീസ് ഈ ആരോപണ വിധേയരായ കുട്ടികൾക്കെതിരെ കുട്ടികളുടെ മൊഴിയെടുത്തിട്ടുണ്ട്. എന്താണ് സംഭവം അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു വരുന്നുണ്ട്. ജനുവരി ഈ കഴിഞ്ഞ 15-നാണ് ഈ മിഹിർ എന്ന് പറയുന്ന കുട്ടി ആത്മഹത്യ ചെയ്തത്. താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നും 26-ാമത്തെ നിലയിൽ നിന്നും 3-ാമത്തെ നിലയിലേക്ക് ചാടി വീണാണ് ആത്മഹത്യ ചെയ്തത്. ആ സമയത്ത് സ്കൂളിലെ ഫുട്ബോൾ ടീമിൽ മത്സരം കഴിഞ്ഞ് വൈകിട്ട് വന്ന് 3:50 തന്നെയാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. വൈകുന്നേരം സ്കൂളിൽ നിന്നും നേരെ വന്നാണ് ഒരു ആത്മഹത്യ സംഭവം ഉണ്ടായിരിക്കുന്നത്. വീട്ടുകാരോടും ഇതിനെപ്പറ്റി ഈ മിഹിർ ഒന്നും പറഞ്ഞിട്ടില്ല. സ്കൂളിലെ അധ്യാപകരോടും ക്ലാസ് ടീച്ചറിനോടും ഇത്തരം ഒരു സംഭവത്തെ പറ്റി പറഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ സഹപാഠികൾക്ക് മിഹിർ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ദുരന്തത്തെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു പീഡനങ്ങളെ പറ്റി അറിയുന്നുണ്ടായിരുന്നു. സ്കൂളിലും വെച്ചും ബസ്സിലും വാഷ്റൂമിൽ കൊണ്ടുപോയും ടോയ്ലറ്റിലും കൊണ്ടുപോയി ഈ മിഹിറിനെ പലതവണ സീനിയർ വിദ്യാർത്ഥികൾ റാഗിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഈ മിഹിറിനെതിരെ റാഗിംഗ് ചെയ്തിരിക്കുന്നത്. ഈ സ്കൂളിൽ ഈ ഗ്ലോബൽ സ്കൂളിൽ മിഹിർ വന്നിട്ട് 3 മാസം ആവുന്നതുള്ളൂ. ഇതിനു മുമ്പ് ജെയിം സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഒരു വിഷയത്തെ ചൊല്ലിയാണ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മിഹിറിനെ. പക്ഷേ ആ സ്കൂളും മിഹിറും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചതിന് ശേഷമാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് 9-ാം ക്ലാസ്സിലേക്ക് മിഹിർ ചേരുന്നതും. 3 മാസമായിട്ടുള്ളൂ. ഈ 3 മാസത്തിനിടയിൽ പല തവണയായിട്ട് ഈ മിഹിറിന് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്, റാഗിംഗ് ചെയ്തിട്ടുണ്ട്. നിറത്തിന്റെ പേരിൽ പലതവണ മിഹിറിനെ മാറ്റി നിർത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കുട്ടിയുടെ അമ്മയും അച്ഛനും ഈ മരണശേഷം കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഒരു അന്വേഷണം സ്വയമേ നടത്തിയപ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത്. സഹപാഠികളോട് ചോദിച്ചു മിഹിറിന് എന്താണ് ഉണ്ടായത്. കാരണം അമ്മയോടും അച്ഛനോടും മിഹിർ ഇതിനെപ്പറ്റി ഒന്നും തന്നെ സൂചിപ്പിച്ചിട്ടില്ലായിരുന്നു. പബ്ലിക് ടോയ്ലറ്റിൽ അല്ലെങ്കിൽ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് മുഖം അമർത്തിപ്പിടിച്ച് ബാത്റൂമിലേക്ക് കക്കൂസിലേക്ക് ക്ലോസറ്റിലേക്ക് മുഖം അമർത്തിപ്പിടിച്ച് ഫ്ലഷ് ചെയ്തൊരു സംഭവമുണ്ട്. ക്ലോസറ്റ് നക്കണമെന്നൊരു ഇത് കുട്ടികൾ പറഞ്ഞിട്ട് ഇങ്ങനെ പല രീതിയിൽ ആ കുട്ടിയെ വളരെയധികം മോശമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പല സംഭവങ്ങളും പോലീസ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം രീതിയിൽ ഒരു മൃഗീയമായ രീതിയിലാണ് ഈ കുട്ടിയെ റാഗിംഗ് ചെയ്തിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. നിറത്തിന്റെ പേരിലാണെങ്കിലും പല രീതിയിൽ ഈ കുട്ടിയെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പല കാര്യങ്ങളിലാണ് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഒരു കൂട്ടം കുട്ടികൾ അല്ലെങ്കിൽ ഒരു കൂട്ടം സീനിയർ വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ ആക്രമിച്ചിരിക്കുന്നത് വേണം. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ക്ലാസ്സിലെ അല്ലെങ്കിൽ ഒരു കൂട്ടം കുട്ടികൾ ആ സഹപാഠികൾ ഈ മിഹിറിനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മരണം അല്ലെങ്കിൽ ആത്മഹത്യ എന്നൊരിത് തന്നെയാണ് മിഹിറോട് സ്വീകരിച്ചത്. പക്ഷേ സ്കൂൾ അധികൃതർ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് സ്കൂളിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു സംഭവമായി അല്ലെങ്കിൽ ഇങ്ങനൊരു പരാതിയുമായി മിഹിറിന്റെ മാതാപിതാക്കളൊന്നും സമീപിച്ചിട്ടില്ലെന്ന് തന്നെയാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. പക്ഷേ കുട്ടികൾ സഹപാഠികൾ മിഹിറിന്റെ അമ്മയോടും അച്ഛനോടും സഹപാഠികൾ നൽകിയിരിക്കുന്ന ഒരു മൊഴി അല്ലെങ്കിൽ മിഹിറിന് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പല തവണയായി മാനസികമായും ശാരീരികമായും മിഹിറിനെ ഒറ്റപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി സംഭവങ്ങളാണ് വരുന്നത്. ഈ കുട്ടികളുടെ ചാറ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ മരണശേഷം ഇതൊരു ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ട് സ്കൂളിലെ പല കുട്ടികളും. അവൻ മരിച്ചു എന്ന രീതിയിൽ അവൻ ഫ്ളാറ്റിൽ നിന്നാണ് വീണത് എന്നൊരു ഇതിൽ സന്തോഷിക്കുന്ന രീതിയിൽ ഒരു സങ്കടമില്ലാതെ അല്ലെങ്കിൽ സഹപാഠി ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തു എന്നൊരു കാര്യത്തിൽ ഒരു വിഷമമോ ഒന്നുമില്ലാത്ത രീതിയിൽ വളരെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ചാറ്റുകളും എല്ലാം പുറത്തുവിട്ടിട്ടുണ്ട്. വളരെ ആഘോഷിക്കുന്ന രീതിയിലാണ് ഈ പല കുട്ടികളുടെയും ഈ ഒരു ഇത് മിഹിറിന്റെ മരണത്തെ പലരും ആഘോഷിക്കുന്ന അവൻ മരിച്ചു ആ രീതിയിലുള്ള ഒരു സഹതാപമില്ലാതെയാണ് ഈ പല കുട്ടികളും ഇവിടെ പെരുമാറിയിരിക്കുന്നത്. ഈ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം തെറ്റാണ്, അസത്യമെന്നാണ് സ്കൂൾ മാനേജ്മെന്റും പറയുന്നത്. സംഭവത്തിൽ മിഹിർ ആത്മഹത്യ
ആത്മഹത്യ ചെയ്തത് സ്കൂൾ മാനേജ്മെന്റിൽ സ്കൂളിലുണ്ടായ വിഷയത്തെ ചൊല്ലിയാണെന്നാണ് മിഹിറിന്റെ അമ്മയും അച്ഛനും നൽകിയിരിക്കുന്ന പരാതി. ഇപ്പോൾ നിലവിൽ ഹിൽ പാലസ് പോലീസ് കുട്ടികളുടെ മൊഴിയെടുത്തിട്ടുണ്ട്. ആരോപണ വിധേയരായ കുട്ടികളുടെ മൊഴിയെടുത്തിട്ടുണ്ട്. അന്വേഷണം പൂർണ്ണമായി തുടങ്ങുന്നതേ ഉള്ളൂ. ഈ മാതാപിതാക്കളാണ് ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് വന്നതും അന്വേഷണം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടതും. അല്ലെങ്കിൽ ഒരു സാധാരണഗതിയിൽ ഇതൊരു മരണം അല്ലെങ്കിൽ ആത്മഹത്യ എന്ന രീതിയിൽ മാറിയിരുന്നേനെ. കാരണം ജനുവരി 15 നടന്നു. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചത്തെ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഈ കേസ് വരുന്നത്. അമ്മയും അച്ഛനും തന്നെ പറയുന്നുണ്ട്, കുട്ടി സ്കൂളിൽ നിന്നും വന്ന് കരയുന്നതായി പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചോദിച്ചാലും അവനൊന്നും പറയാറില്ലെന്നാണ് പറയുന്നത്. ചിലപ്പോൾ മാനസികമായും ശാരീരികമായും പല സംഭവങ്ങൾ മിഹിറിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കും. റാഗിങ്ങിന്റെ അങ്ങേ ആത്മഹത്യയാണ് എന്ന് വിചാരിച്ചിരുന്ന ഈ സമയത്ത് ഈ വാട്സപ്പ് ചാറ്റുകൾ വന്നതായിരിക്കാം ഈ ഒരു നിർണായക നീക്കത്തിന് പിന്നിൽ എന്നുകൂടി കരുതാവില്ല. കാരണം മാതാപിതാക്കൾ തന്നെ പരാതിയിലേക്ക് നീങ്ങുന്നതിന് അവർ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു തെളിവെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ചാറ്റുകളാണ്. ഈ ചാറ്റുകളിൽ നിന്നാണ് ഇവർക്ക് വ്യക്തമായത് അവിടെ എന്താണ് നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ ഒരു ചാറ്റുകൾ തന്നെ ആയിരിക്കുമല്ലോ ഈ ഒരു നിർണായക നീക്കത്തിന് പിന്നിൽ. തീർച്ചയായും കാളിദാസ്, ഈ ചാറ്റുകൾ പുറത്തു വന്നത് അല്ലെങ്കിൽ മാതാപിതാക്കൾ കണ്ടെത്തിയ ഈ ചാറ്റ് തന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ സംഭവം എന്ന് പറയാൻ. കാരണം ആ ചാറ്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മിഹിർ എന്ന് പറഞ്ഞത് എൻ്റെ അനിയത്തി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മിഹിർ മരിച്ചു. ആ രീതിയിലുള്ള കോൺവെർസേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഭാഷണം നടക്കുന്നുണ്ട് പലരുമായിട്ട്. അവൻ മരിച്ചുപോയി, അവൻ ആത്മഹത്യ ചെയ്തു, ഫ്ളാറ്റിൽ നിന്നാണ് വീണത്. വളരെ മോശമായ രീതിയിലുള്ള ചാറ്റുകളും അതിൻ്റെ ഇടയിലുണ്ട്. കുട്ടികൾ സംസാരിക്കാൻ പാടില്ലാത്ത പല വാക്കുകളും അല്ലെങ്കിൽ പല മോശമായ തെറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചാറ്റുകളും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിനോട് സ്കൂൾ അധികൃതർ പറയുന്നത് ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടേ ഇല്ല എന്നതാണ് പറയുന്നത്. പക്ഷേ കുട്ടിയുടെ അമ്മയും അച്ഛനും എടുത്ത ഒരു തീരുമാനം അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മയും അച്ഛനും എടുത്ത ഒരു അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ ചാറ്റുകൾ പോലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ക്രൂരമായും ശാരീരിക ഉപദ്രവങ്ങൾക്ക് പുറമെ മാനസികമായി പലതവണ ഈ കുട്ടിയെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു മൃഗീയമായ രീതിയിൽ തന്നെയാണ് ഒരു കൂട്ടം സഹപാഠികൾ ചേർന്ന് മിഹിറിനെ ഈ ഒരു ആത്മഹത്യയിലേക്ക് കൊണ്ടുവന്നു വേണം പറയാൻ. അമ്മയച്ഛനും പറയുന്നുണ്ട്, സ്കൂളിലുണ്ടായ സംഭവമാണ് എൻ്റെ കുട്ടി ഇങ്ങനെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത്. 26ാമത്തെ നിലയിൽ നിന്ന് 3ാമത്തെ നിലയിലേക്ക് മിഹിർ എടുത്തു ചാടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അമ്മയും അച്ഛനും കുടുംബം ബാലാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും സംസ്ഥാനത്തുള്ള DGP പോലീസിനും അടക്കമുള്ളവർക്ക് ഈ ഒരു കേസ് അവരുടെ പരിഗണനയിലേക്ക് കൂടെ എത്തിച്ചിട്ടുണ്ട്. കാരണം ഇതിന്റെ വസ്തുത പുറത്തു വരേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് മിഹിർ ഇങ്ങനെ ആത്മഹത്യ ചെയ്തത്? അവിടെ അവന് മറ്റു പല ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അമ്മയും അച്ഛനും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ക്ലോസറ്റിൽ മിഹിറിന്റെ മുഖം അമർത്തിപ്പിടിച്ച് ഫ്ലഷ് ചെയ്തതും ക്ലോസറ്റ് നക്കാൻ കുട്ടികൾ പ്രേരിപ്പിച്ചതുമുള്ള ഒരു കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. ഇനിയും ഇതിൽ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞിരിക്കുന്നതാണ് അമ്മയും അച്ഛനും പറയുന്നത്. ഇതിന്റെ ഒരു സത്യാവസ്ഥ പുറത്തു വരാൻ വേണ്ടിയാണ് DGPക്കും മുഖ്യമന്ത്രിക്കും ബാലാവകാശ കമ്മീഷനുമെതിരെ അമ്മയും അച്ഛനും കേസ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഇനി പൂർണ്ണമായും ഇതിന്റെ ഒരു അന്വേഷണം തുടങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആത്മഹത്യയുടെ ഒരു പരാതിയുമായി മിഹിറിന്റെ അമ്മാവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിഹിർ സ്ഥിരമായി കരയുന്നുണ്ടായിരുന്നു. ഈ സ്കൂളിൽ കയറിയപ്പോൾ തൊട്ട് അവനൊരു ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പലതവണയായിട്ട് അവൻ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു എന്ന് അമ്മാവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കേസ് പൂർണ്ണമായും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മിഹിറിന്റെ ആത്മഹത്യയുടെ പുറകിൽ ഈ സ്കൂൾ തന്നെ എന്നതാണ് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ മാനേജ്മെന്റ് ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ്. ഇങ്ങനൊരു സംഭവം ഈ സ്കൂളിൽ നിന്ന് മിഹിറിന്റെ ഉണ്ടായിട്ടില്ല. അഥവാ ഏതെങ്കിലും ഒരു തെളിവുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ആരോപണ വിധേയരായ കുട്ടികളെ സസ്പെൻഡ് ചെയ്യും. അതിനെതിരെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് സ്കൂളും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാളിദാസ്, തീർച്ചയായും ഈ ലഭിച്ച മാതാപിതാക്കൾ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു കുട്ടികളുടെ ആരോപണ വിധേയരായ കുട്ടികളുടെ മൊഴിയെടുത്തിരിക്കുന്നത്. ഹിൽ പാലസ് പോലീസാണ് ഈ ഒരു മൊഴിയെടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും അത് സത്യമാണോ എന്നുള്ളതിൻ്റെ അന്വേഷണമാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഈ ഒരു മിഹിറിനോട് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന അട്രോഷ്യസ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും അറിയാനുള്ളത്. അതിനുള്ള ശക്തമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാവും. അതേപോലെ തന്നെ അത്തരത്തിൽ കുട്ടികൾ ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമായാൽ ആ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ കുട്ടികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.